ഹരി ഓം, ഞാൻ ചാന്ദിനി. ഇന്ന് സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നുള്ള എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ സാധാരണ സിംഗുലർ തരും, പ്ലൂറൽ എഴുതണം. ഏകവചനത്തിൽ തരുന്നത് ബഹുവചനത്തിലാക്കണം, അതായത് സെൻറ്റൻസ് ആക്കിയിട്ടാണ്. അപ്പോൾ സെൻറ്റൻസിൽ എന്തൊക്കെ മാറ്റം വരുത്തുന്നു നമുക്ക് നോക്കാം. ആദ്യത്തത് ബഹുവചനെ പരിവർത്തയത, ബഹുവചനത്തിലേക്ക് മാറ്റി എഴുതുക എന്നാണ്. ഒന്നാമത്തത് സുന്ദരം പുഷ്പം വികസതി. സുന്ദരം പുഷ്പം വികസതി. പുഷ്പം വികസതി ഒരു പുഷ്പമാണ്. പുഷ്പം എന്ന് ഒന്ന്, ഒരു പുഷ്പം അല്ലേ. പുഷ്പം വികസിക്കുന്നു. അപ്പോൾ ആ പുഷ്പം എന്നുള്ളതിന് വിശേഷിപ്പിക്കുന്നതാണ് സുന്ദരം എന്നുള്ളത്. സുന്ദരം എന്താ, പുഷ്പത്തിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോഴത്തേക്ക് ആ പുഷ്പം മാത്രം മാറ്റിയാൽ പോരാ, സുന്ദരവും മാറ്റണം അല്ലേ. അപ്പോൾ പുഷ്പത്തിൻ്റെ പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചനം എന്താണ്? പുഷ്പം, പുഷ്പേ, പുഷ്പാണി അല്ലേ. അപ്പോൾ പുഷ്പാണിയാണ്. അപ്പോൾ സുന്ദരമാണെങ്കിലോ സുന്ദരം, സുന്ദരേ, സുന്ദരാണി. അപ്പോൾ അതവിടെ എഴുതുക. സുന്ദരാണി. ഇനി അടുത്ത പുഷ്പത്തിൻ്റെ പുഷ്പാണി. സുന്ദരാണി, പുഷ്പാണി. ഇനി വികസതി എന്നുള്ളത് പുഷ്പം വികസതിയാണ്. അപ്പം വികസതി പിന്നെ പ്രഥമപുരുഷനാണ്. വികസതി, വികസതഃ, വികസന്തി. വികസന്തിയാണ്. വികസന്തി. പുഷ്പാണി, സുന്ദരാണി, പുഷ്പാണി, വികസന്തി ആയി. ഈ രീതിയിലാണ് എഴുതേണ്ടത്. അടുത്തത് സാ മന്ദിരം ഗച്ഛതി. സാ എന്ന് പറഞ്ഞാൽ സാ തേ താഹ. താഹയല്ലേ അപ്പോൾ ബഹുവചനം. അപ്പോൾ താഹ. മന്ദിരം തന്നെയാണ്, അതിന് മാറ്റമില്ല. മന്ദിരം. ഗച്ഛതി, 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 ഗച്ഛതഃ, ഗച്ഛന്തി. താഹ മന്ദിരം ഗച്ഛന്തി. ഇനി അഹം ശ്വഹ ഗൃഹം ഗമിഷ്യാമി. അഹം എന്ന് പറയുമ്പോഴേക്കും ഞാനെന്നുള്ള അഹം ആവാം വയമാണ്. വയം. ശ്വഹ അത് തന്നെ. ശ്വഹ എന്ന് പറഞ്ഞാൽ ടുമോറോ എന്നുള്ള അർത്ഥം. ഗൃഹവും അത് തന്നെ. ഇനി വയം ശ്വഹ ഗൃഹം ഗമിഷ്യാമിയാണ്, പോകും എന്നുള്ളത്. ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലേ, ഭാവി കാലം. അപ്പോൾ ഗമിഷ്യാമി ഇത് ഉത്തമപുരുഷനാണ്. ഗമിഷ്യാമി, ഗമിഷ്യാവഹ, ഗമിഷ്യാമഹ. വയമാവും ഗമിഷ്യാമഹ. ഗമിഷ്യാമഹ. അടുത്തത് ഏഷഃ വൃഷഃ അസ്തി. സിമ്പിൾ. ഏഷഃ ഏഷയുടെ പഠിക്കുന്നുണ്ട്. ഏഷഃ ഏതൗ ഏതേ. അപ്പോൾ ഏഷയുടേത് ഏതേ. ഇനി വൃക്ഷഃ എന്നുള്ളതിൻ്റെ പ്ലൂറൽ വൃക്ഷഃ, വൃക്ഷൗ, വൃക്ഷാഃ. വൃക്ഷാഃ. ഇനി അസ്ഥി എന്നുള്ള അസ്ഥിസ്തഃ സന്തി. അപ്പോൾ ഏഷഃ വൃക്ഷ എന്ന് പറഞ്ഞാൽ ഇത് വൃക്ഷമാകുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇവ വൃക്ഷങ്ങളാകുന്നു. അടുത്ത ഏഷ ബാലിക അസ്തി. ഏഷ എന്ന ഇവൾ. അപ്പോൾ അതിൻ്റെ ബഹുവചനം ഏഷ ഏതേ ഏതാഹ. ഏതാഹ. ബാലിക എന്ന് പറഞ്ഞാൽ ബാലികാഹ. ഏതാഹ ബാലികാഹ. ഇവരെല്ലാവരും ബാലികമാർ. അസ്ഥി എന്നുള്ള സന്ധി. അസ്ഥി സന്ധി. അടുത്ത സഹ കിമബി ന കരിഷ്യതി. സഹ തൗ തേ ആണ് അല്ലേ, ബഹുവചനം തേ. സഹ എന്ന് പറഞ്ഞാൽ അവൻ എന്നുള്ള അർത്ഥത്തിൽ. കിമബിക്ക് മാറ്റമില്ല. സഹ തേ കിമബി ന. ഇനി കരിഷ്യതി അവൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ അവിടെ തേ കിമബി ന കരിഷ്യതി എന്ന് കരിഷ്യതി, കരിഷ്യതഃ, കരിഷ്യന്തി. കിമബി ന കരിഷ്യന്തി. അടുത്ത നോക്കിയോളൂ. ഏതേ ഫലേ സ്തഃ. ഏതേ ഫലേ സ്തഃ. ഈ രണ്ട് ഫലങ്ങളാകുന്നു എന്നാണ്. അപ്പോൾ ദ്വിവചനമാണ് വന്നിരിക്കുന്നത്. അപ്പം ഏതേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്
എന്തോന്നാണ് ഫലാനി എന്നുള്ളത് ഫലം എന്തോന്നാണ് നപുംസകലിംഗമാണ്. അപ്പം ഏതേ പറയുമ്പോൾ നപുംസകലിംഗം തന്നെ അവിടെ ദ്യോജനം വന്നു. അപ്പം അതിൻ്റെ ബഹുവചനം എന്താണ്? ഏകവചനം എന്താ? ഏതത്ത്. ഏതത്ത് ശബ്ദത്തിൻ്റെ പുല്ലിംഗമാണ് നമ്മൾ പഠിച്ചു. ആദ്യം വന്ന് ഏഷഹ ഏതൗ ഏതേ. സ്ത്രീലിംഗം വന്നപ്പോൾ ഏഷ ഏതേ ഏതാഹ. നപുംസകലിംഗം വരുമ്പോൾ ഏതത്ത് ഏതേ ഏതാനി. അപ്പോൾ ഇവിടെ ഏതത്തും ഏതേ ഉണ്ട്. അപ്പോൾ ഏതാനി ഏതാനി. ഇനി ഫലം എന്നുള്ളതിൻ്റെ എന്തോന്നാണ്? ഫലേ എന്നുള്ളതിന് ഫലം ഫലേ ഫലാനി. അപ്പോൾ ഫലാനി ഫലാനി ഏതേ ഫലാനി അസ്ഥിസ്ഥ സന്ധി. അവിടെ ദ്വിവചനമാണ്, ഇവിടെ ബഹുവചനമാണ്. അസ്ഥിസ്ഥ സന്ധി. അടുത്തത് ത്വം ഫലാനി ഖാദസി. ത്വം നീ പഴങ്ങൾ കഴിക്കുന്നു. ത്വം എന്നുള്ളതിന് ത്വം യുവാം യൂയം. യൂയം ഫലാനി ഫലാനി തന്നെയാണ്. യൂയം ഫലാനി നിങ്ങളെല്ലാവരും പഴങ്ങൾ ഖാദസി ഖാദസി ഖാദഥ ഖാദഥ ഖാദഥ. അടുത്ത തത് പുസ്തകമസ്തി. നേരത്തെ ഏതതായിരുന്നു, ഏതത് ഏത് ഏതാണ്. ഇവിടെ തത് വന്നു. ഏതത് പറഞ്ഞാൽ ഇത് എന്നുള്ള അർത്ഥമാണ്. തതെന്ന് പറയുമ്പോൾ അത്. അപ്പം തത് ശബ്ദത്തിൻ്റെ ഇത് പുസ്തകം. തത് പുസ്തകം എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ എന്തോന്നാണ്? നപുംസകലിംഗമാണ്. അപ്പം അതിൻ്റെ തത് തേ താനി. തത് തേ താനിയാണ് അവിടെ. താനി. പുസ്തകം എന്നുള്ളത് പുസ്തകം പുസ്തകേ പുസ്തകാനി. പുസ്തകാനി പുസ്തകാനി. ഇനി അസ്ഥി എന്നുള്ള സന്ധി നേരത്തെയൊക്കെ വന്നതുപോലെ തന്നെ. പുസ്തകാനി സന്ധി. അടുത്ത ശിശു ക്ഷീരം പിബതി. ശിശു ശിശു ഉകാരാന്ന് പറഞ്ഞു. ശിശു ശിശു ശിശവഹ ശിശുക്കൾ. ശിശവഹ കുഞ്ഞുങ്ങൾ. ശിശവഹ. ക്ഷീരം ക്ഷീരം തന്നെയാണ്. ക്ഷീരം. പിബതി എന്നുള്ള പിബതി പിബത പിബതി കുടിക്കുന്നു. പിബന്തി. പിബന്തി. അടുത്ത മൂർഖഃ ബാലഃ വൃഥാ സമയം നയതി. മൂർഖഃ ബാലഃ. ബാലഹയാണ് എങ്ങനെയുള്ള? മൂർഖഃ വിഡ്ഢിയായിട്ടുള്ള. അപ്പം ബാലഹ എന്നുള്ളതിൻ്റെ വിശേഷണമാണ് മൂർഖഃ. അപ്പം ബാലഹയുടെ പിന്നെ ബഹുവചനം ബാലാഹ. അപ്പം മൂർഖയെ മാറണ്ടേ? അപ്പം മൂർഖാഹ ബാലാഹ. മൂർഖാഹ ബാലാഹ. പിന്നെ വൃഥാ സമയം അത് തന്നെയാണ്. വൃഥാ സമയം. അടുത്ത നോക്കിക്കോളൂ. നയതി നയിക്കുന്നു. അപ്പം നയതി നയത നയന്തി. നയന്തി. അടുത്തത് അഹം പ്രാതഃ ഭ്രമിതും ഗതവാൻ. അഹം ഞാൻ പ്രാതഃ രാവിലെ ഭ്രമിതും ചുറ്റിത്തിരിയാനായി ഗതവാൻ പോയി. ഇവിടെ ഗതവാൻ എന്നുള്ളത് എന്തോന്നാണ്? കഥാവതു പ്രത്യേകിച്ച് എടുത്തിരിക്കുകയാണ്. കഥാവതു വരുമ്പം എന്ത് അർത്ഥം വരും? പാസ്റ്റ് ടെൻസിൻ്റെയാണ് അർത്ഥം വരുന്നത്. ഗതവാൻ. അപ്പോൾ ഇവിടെ പുല്ലിംഗമാണ്. അപ്പോൾ അഹം എന്നുള്ളതിന് അഹം ആവാം വയം. വയം ഞങ്ങൾ. പ്രാതഃ. പ്രാതഹയ്ക്ക് മാറ്റമില്ല. ഭ്രമിതുവും മാറ്റമില്ല. ഭ്രമിതും. ഇനി ഗതവാൻ മാറും. ഗതവാൻ എന്നുള്ളത് പുല്ലിംഗമാണ്, ഏകവചനമാണ്. പോയവൻ പോയി, അവൻ പോയി എന്നുള്ള അർത്ഥം. അപ്പോൾ ഇത് ഗതവാൻ ഗതവന്തോ ഗതവന്തഹയാണ്. ഗതവന്തഹ ഗതവന്തഹ. ഇനി സ്ത്രീലിംഗം ആയിരുന്നെങ്കിൽ ഇവിടെ ഗതവതി വരും. ഇവിടെ ഗതവത്യഹ. അടുത്ത അധ്യാപിക ശിഷ്യാൻ പാഠയതി. അധ്യാപിക ശിഷ്യരെ ബഹുവചനം. ശിഷ്യരെ പഠിപ്പിക്കുന്നു. അപ്പം അധ്യാപിക എന്നുള്ളത് അധ്യാപികാഹ. അധ്യാപികാഹ ശിഷ്യാൻ ശിഷ്യരെ. പാഠയതി എന്നുള്ളത് പാഠയതി പാഠയത പാഠയത പാഠയന്തി പാഠയന്തി. ശിഷ്യാൻ പാഠയന്തി. ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ ഇവിടെ ദ്വിവചനം വന്നാലും എന്ത് ചെയ്യണം, ബഹുവചനത്തിൽ നമ്മളത് മാറ്റി എഴുതണം. അടുത്ത് നോക്കിക്കോളൂ. സൈനിക രക്ഷാപരിശ്രമം അകരോ. സൈനികൻ രക്ഷയ്ക്കുള്ള പരിശ്രമം അകരോ ചെയ്തു. അപ്പോൾ സൈനിക എന്ന് പറയുമ്പോൾ സൈനികാഹ ദീർഘമാണ് അല്ലേ. സൈനികാഹ ഇനി രക്ഷാപരിശ്രമം അത് തന്നെ. രക്ഷാപരിശ്രമം അകരോത് എന്നുള്ളത് അകരോത് അകുരുതാം അകുർവൻ ചെയ്തു. അകുർവൻ. അടുത്തത് സഹ സത്യം വദതു. അവിടെ വദതു എന്നുള്ളത് എന്താണ്, അവിടെ ലോട്ടാണല്ലേ, ലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം സഹ എന്നുള്ളതിനെ സഹ തൗത്തേയാണ്. സത്യം തന്നെയാണ്. സത്യം വദതു ആണ് മാറ്റേണ്ടത്. വദതു വദതാം വദന്തു. സത്യം വദന്തു. എന്താ അതിൻ്റെ അർത്ഥം വരുന്നത്? അവൻ സത്യം പറയണം, പറഞ്ഞേ പറ്റൂ അല്ലേ, പറയണം. അപ്പം അവർ സത്യം പറയണം. വൃക്ഷാത് പത്രം പതതി. അപ്പം വൃക്ഷത്തിൽ നിന്ന് പഞ്ചമിയാണ്, അതിൻ്റെ ബഹുവചനം വൃക്ഷാഭ്യാം വൃക്ഷേഭ്യ. അപ്പം വൃക്ഷേഭ്യ പത്രം എന്നുള്ളതിൻ്റെ പത്രേ പത്രാണി. ഇനി പതതി പതതഃ പതന്തി. വൃക്ഷങ്ങളിൽ നിന്ന് ഇലകൾ വീഴുന്നു എന്നുള്ള അർത്ഥം. വൃക്ഷേഭ്യഃ പത്രാണി പതന്തി. അടുത്തത് വൃക്ഷേ ഫലം അസ്തി. വൃക്ഷേ എന്ന് പറഞ്ഞാൽ സപ്തമി ഏകവചനമാണ്. വൃക്ഷത്തിൽ ഫലം അസ്തി ഉണ്ട്, വൃക്ഷത്തിൽ ഫലമുണ്ട്. അപ്പം വൃക്ഷേ എന്നുള്ള സപ്തമിയുടെ ബഹുവചനം വൃക്ഷയോഹോ വൃക്ഷേഷു. ഇനി ഫലം എന്നുള്ളതിൻ്റെത് ഫലാനി. വൃക്ഷങ്ങളിൽ ഫലങ്ങൾ. അസ്തി എന്നുള്ള അസ്തിസ്തഃ സന്തി. അടുത്ത പുത്രഃ പിത്രാ സഹ ഭ്രമണായ അഗച്ഛത്. പുത്രൻ പിതാവിനോടൊപ്പം ഒപ്പം ഭ്രമണത്തിനായി പോയി. അപ്പം പുത്രഃ എന്നുള്ളതിന് പുത്രാഹ പുത്രന്മാർ. പുത്രാഹ പിതൃഭ്യാം പിതൃഭിः സഹ ഭ്രമണായ. ഇനി അഗച്ഛത് എന്നുള്ളതിൻ്റെ അഗച്ഛതാം അഗച്ഛൻ. അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ എപ്പോഴും നോക്കണം. ഇപ്പം ഇത് നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞല്ലോ, അതായത് പിന്നെ വിശേഷണവും വിശേഷ്യവും വരുമ്പോൾ വിശേഷ്യവും ഒരുപോലെ ഇരിക്കണം, വിശേഷണവും ഒരുപോലെ തന്നെ ഇരിക്കണം. ആ രീതിയിലായിരിക്കണം. അപ്പോൾ ഇവിടെ ഇത് മാറിയാൽ ഇത് മാറും. പിന്നെ പത്രം വൃക്ഷത്തിൽ നിന്ന് ഇല വീഴുന്നു, വൃക്ഷങ്ങളിൽ നിന്ന് ഇലകൾ വീഴുന്നു എന്ന് വേണം. അപ്പോൾ വൃക്ഷങ്ങളിൽ നിന്നുള്ളതിന് പഞ്ചമിയുടെ ബഹുവചനം വൃക്ഷേഭ്യഃ. പത്രം എന്നുള്ളതിന് പത്രാണി. പതതി എന്നുള്ള പതന്തി. ഈ രീതിയിൽ മാറ്റണം. അതുപോലെ ഇവിടെ വൃക്ഷേ സപ്തമി വന്നപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, അതിൻ്റെ ബഹുവചനം വൃക്ഷേഷു. ഈ രീതിയിലാണ് മാറ്റേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നല്ലോണം ഒന്ന് നോക്കുക, എങ്ങനെയൊക്കെയാണ് മാറ്റാൻ കഴിയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.